ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വ്യക്തതയും കൃത്യതയുമുള്ള നിലപാട്. ടോം ഓലിക്കരൊട്ടച്ചന് അഭിനന്ദനങ്ങൾ. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ അപകടകരം എന്ന ശീർഷകത്തിൽ സുറിയാനി കത്തോലിക്ക സഭയുടെ പുതിയ PRO ഫാദർ ടോം ഓലിക്കരോട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. വളരെ വ്യക്തമായ ഭാഷയിൽ കൃത്യതയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു, പറഞ്ഞു വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മാധ്യമ കമ്മീഷൻ അംഗങ്ങളായ മെത്രാൻ സിനഡിൻ്റെ മാധ്യമ കമ്മീഷൻ അംഗങ്ങളായ തറയിൽ പിതാവിനും റെമീജിയസ് പിതാവിനും പുളിക്കൽ പിതാവിനും അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ. മാധ്യമ കമ്മീഷന് വേണ്ടി ഓലിക്കരൊട്ടച്ചൻ പ്രസിദ്ധം ചെയ്ത പത്രക്കുറിപ്പിലെ ചില വാചകങ്ങൾ, ആ നിലപാടുകൾ അടിവരയിട്ട് ഞാൻ വീണ്ടും അവതരിപ്പിക്കുകയാണ്. 1. സീറോ മലബാർ സഭയിലെ ഉന്നതാധികാര സമിതി മെത്രാൻ സംഘമാണെന്നും ആരാധനക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സിനഡ് സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ അന്തിമമാണെന്നും എല്ലാവരും മനസ്സിലാക്കുമല്ലോ. വളരെ ആശ്വാസവും പ്രത്യാശയും നൽകുന്ന സന്ദേശമാണിത്. അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ നമ്മെ അറിയിച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയിലെ ഉന്നതാധികാര സമിതി മെത്രാൻ സംഘമാണെന്നും ആരാധനക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സിനഡ് സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ അന്തിമമാണെന്നും എല്ലാവരും മനസ്സിലാക്കണം. ഗംഭീരം. 2. സീറോ മലബാർ സഭയുടെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട സിനഡിന്റെ തീരുമാനം പുനഃപരിശോധനയുടെ വിഷയമല്ല. അത് എല്ലാവർക്കും ബാധകമാണ്. അത് അവിതർക്കിതമായ വസ്തുതയാണ്. വളരെ വ്യക്തമായി, ശക്തമായി, കൃത്യമായി രേഖപ്പെടുത്തി അറിയിച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട സിനഡിന്റെ തീരുമാനം പുനഃപരിശോധനയുടെ വിഷയമല്ല. അതെല്ലാവർക്കും ബാധകമാണ്. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിൽ വേണമെങ്കിൽ അത് അവിതർക്കിതമായ, തർക്കമില്ലാത്ത വസ്തുതയാണ്. ഗംഭീരം. 3. സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള കുർബാനയർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സിനഡ് തീരുമാനം റോമായിലെ പൗരത്വ തിരുസംഘവും സാർവത്രിക സഭയുടെ തലവനായ റോമാ മാർപ്പാപ്പയും അംഗീകരിക്കുകയും നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായിരിക്കെ ഈ വിഷയത്തിൽ ഒരു പിന്മാറ്റം നമുക്ക് സാധ്യമല്ലാത്തതിനാൽ പ്രസ്തുത തീരുമാനം നടപ്പിലാക്കി സഭയുടെ ഐക്യതയും ഏകതയും പരിരക്ഷിക്കേണ്ടതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് സഭയ്ക്കുള്ളിൽ പരസ്പര ബഹുമാനത്തോടെയും തുറവിയോടെയും ചർച്ചകൾ നടക്കേണ്ടതും പരിഹാരത്തിലെത്തേണ്ടതും. ഇതും എത്രയോ വ്യക്തമായിട്ടാണ് മാധ്യമ കമ്മീഷനും ടോമച്ചനും അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താ പറയുക, അഭിനന്ദനം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാകില്ല. അതായത് ഒന്നുകൂടി ഞാൻ പറയാണ്, സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള കുർബാനയർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സിനഡ് തീരുമാനം പൗരത്വ തിരുസംഘവും സാർവത്രിക സഭയുടെ റോമാ മാർപ്പാപ്പയും അംഗീകരിക്കുകയും നടപ്പിലാക്കാൻ നിർദ്ദേശം ചെയ്തതായിരിക്കെ ഈ വിഷയത്തിൽ ഒരു പിന്മാറ്റം നമുക്ക് സാധ്യമല്ലാത്തതിനാൽ പിന്നെന്താ വേണ്ടത്? പ്രസ്തുത തീരുമാനം നടപ്പിലാക്കി സഭയുടെ ഐക്യതയും ഏകതയും പരിരക്ഷിക്കേണ്ട സാധ്യതകളെക്കുറിച്ചാണ് സഭയ്ക്കുള്ളിൽ പരസ്പര ബഹുമാനത്തോടെയും തുറവിയോടെയും ചർച്ചകൾ നടക്കേണ്ടതും പരിഹാരത്തിലെത്തേണ്ടതും. സൂപ്പറായിരിക്കുന്നു. ഇനിയാണ് ഈ മാധ്യമ കമ്മീഷൻ നമുക്കൊരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഒരു അപകടകരം എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ചില സംഘടനകൾ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് അയച്ചതായി പറയപ്പെടുന്ന കത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ചില പത്രവാർത്തകൾ പ്രചരിക്കുന്നത് ആശയക്കുഴപ്പത്തിന് ഇടവരുത്തുന്നു. സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതും വിശ്വാസികളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതുമായ ഇത്തരം പ്രചാരണങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, സിനഡ് തീരുമാനത്തെയും സിനഡിന്റെ അധികാരത്തെയും കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ ഇത്തരം അബദ്ധ പ്രബോധനങ്ങൾ സഭയുടെ കെട്ടുറപ്പിനെ ദോഷകരമായി ബാധിക്കും. ഇതിനോടും പൂർണ്ണമായും യോജിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം മെത്രാന്മാരെയും മാധ്യമ കമ്മീഷനെയും ഓലിക്കരട്ടത്തിനെയും ഓർമ്മപ്പെടുത്താനായിട്ട്, അത് എളിമയോടെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് സന്മനസ്സോടെ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഞാനൊരു ഉദാഹരണത്തിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഉദാഹരണം ഒന്നുകൂടി ആവർത്തിക്കുക. അത് ഇച്ചിരി വലിയ നീണ്ട ദൈർഘ്യമേറിയ വീഡിയോ ആയിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ടാകും, അതെല്ലാം കണ്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഇപ്പം കാലികമായൊരു വിഷയം കൂടിയായതുകൊണ്ട് നമുക്കൊരു മാതൃകയും കൂടിയാണത്. ഒരു പ്രകോപനമോ കാരണമോ യാതൊന്നുമില്ലാതെ പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ലാത്തവരെ തെരഞ്ഞു പിടിച്ച് അവരെ ട്രൗസറും പാൻസും ഒക്കെ തുണി കഴിപ്പിച്ച് മുസ്ലിം അല്ലെന്ന് ഉറപ്പുവരുത്തി കൊന്നുകളഞ്ഞു. കിരാതമായ നടപടി എന്ന് പറഞ്ഞാൽ ആ വാക്ക് പോരാ, അത്രയും ക്രൂരമായ നടപടി. ഇന്ത്യയിലെ പൗരന്മാരുടെ സുരക്ഷ വരുത്താനും ജീവനും സ്വത്തും സംരക്ഷിക്കാനും ചുമതലയുള്ള സർക്കാർ ചുട്ട മറുപടി കൊടുത്തു. യുദ്ധം അനിവാര്യമൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ ഒരു കാരണമില്ലാതെ പ്രകോപനമില്ലാതെ ഇങ്ങനെ ഈ മതം ഏതാണെന്ന് നോക്കി ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ തുടങ്ങിയാൽ എന്താണ് ഒരു അന്തം? ഇന്ത്യയിലെ പൗരന്മാർക്ക് സുരക്ഷിതത്വം കൊടുക്കണ്ടേ? അവർക്ക് സുരക്ഷയുണ്ടെന്ന് ബോധം വേണ്ടേ? അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണ്ടേ? അതിന് സർക്കാർ ചുട്ട മറുപടി കൊടുത്തു. ഇന്ത്യ സർക്കാർ, ഭാരത സർക്കാർ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തു. എന്താണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓരോ ദിവസവും പത്രസമ്മേളനം വിളിച്ച് സൈനിക ഉദ്യോഗസ്ഥരും പിന്നെ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇരുന്ന് പത്രസമ്മേളനം നടത്തി ജനങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു. ഇതാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് ജനങ്ങളെ എല്ലാ ദിവസവും അറിയിച്ചു കൊണ്ടിരുന്നത്? ജനമാണ് രാജ്യം, ദേശരാഷ്ട്രം എന്ന് നമ്മൾ പറയും. ദേശമില്ലാതെയും രാഷ്ട്രമുണ്ടാകാം. ഇപ്പം ഈ നേപ്പാളിൽ നിന്ന് വന്നിരിക്കുന്ന ബുദ്ധമതക്കാർ, അവർ ദേശമില്ലാതെ രാഷ്ട്രമായി ജീവിക്കുന്നവരാണ്. നമുക്ക് ദേശം രാഷ്ട്രം എന്ന് വെച്ചാൽ ജനങ്ങളും ദേശവുമുണ്ട്. ഈ ദേശത്തെ ജനങ്ങളാണ് രാജ്യം. ജനങ്ങളാണ് രാജ്യം. ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ വിശ്വാസത്തിൽ എടുത്താലേ രാജ്യം നിലനിൽക്കൂ. അതിനാൽ ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ രഹസ്യമൊന്നും അറിയിക്കേണ്ട കാര്യമില്ല. എന്നാൽ ജനങ്ങൾക്ക് ബോധ്യം വരുന്ന തരത്തിലും അവരുടെ സുരക്ഷയും ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന തരത്തിലുമുള്ള നടപടികൾ ഉണ്ടാകുന്നുവെന്ന ബോധ്യം അവരെടുക്കുന്നുണ്ട്. ആ ബോധ്യം ജനങ്ങൾ വരുത്തണം. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ 7 സംഘങ്ങളെ ലോക സമൂഹത്തെ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു രീതി സീറോ മലബാർ സഭയിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? തീരുമാനങ്ങൾ എടുക്കുന്നത് നടപ്പിലാക്കാൻ ജനത്തെ വിശ്വാസത്തിലെടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ജനങ്ങളെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. സഭയ്ക്ക് വേണ്ടി, സിനഡിന് വേണ്ടി നിൽക്കുന്ന വിശ്വാസികളെ ശത്രുക്കളായിട്ട് കാണുന്നു. അവരുടെ വിശ്വാസം നേടിയെടുക്കണമെങ്കിൽ കാര്യങ്ങൾ ഇല്ലേ, തീരുമാനം എടുത്താൽ പോരാ, അനുനിമിഷം അനുദിനം കാര്യങ്ങൾ അറിയിക്കുകയും ഇത്രത്തോളമായി എന്ന ബോധ്യം വരുത്തുകയും വേണം. ജനങ്ങളിൽ അരാജകത്വ ഫീലിംഗ് ഉണ്ടായാൽ, അനർഹി, തങ്ങൾ സുരക്ഷിതരല്ല, തങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടായാൽ പിന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. ദൈവജനമാണ് സഭ. ആ ദൈവജനത്തെ വിശ്വാസത്തിലെടുക്കണം. വിശ്വാസത്തിലെടുക്കാൻ വേണ്ട കാര്യങ്ങൾ അനുദിനം എടുക്കണം, അറിയിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമതായി, ഇതിനു മുമ്പ് പല പ്രാവശ്യം ദൈവജനം കബളിപ്പിക്കപ്പെട്ടു. സംവത്സരങ്ങളായി ഇതാണ് അവസ്ഥ. അതിനാൽ സിനഡിലുള്ള വിശ്വാസം ദൈവജനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. സിനഡ് തീരുമാനമെടുത്താലും അത് നടപ്പാക്കാനുള്ള ചങ്കുറപ്പില്ലെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾക്ക് നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയും നേതൃത്വം തങ്ങളെ ചതിക്കുമോ എന്ന ഒരു പേടി ജനങ്ങളിൽ ഉണ്ട്, എല്ലാ ജനങ്ങളിലും ഉണ്ട്. അത്തരം ചില പേടിയിൽ നിന്നാണ്, ഭയത്തിൽ നിന്നാണ് ചില മുൻകൂർ പ്രചാരണങ്ങൾ ഉടലെടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇനിയും കബളിപ്പിക്കപ്പെടാൻ ദൈവജനം തയ്യാറല്ല, 1. 2, സിനഡിൽ ഉള്ള അവരുടെ വിശ്വാസത്തിന് ഇടിവ് തട്ടിക്കൊണ്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കേണ്ടത് സിനഡിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. മൂന്നാമതായി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്. ഈ സിനഡ് തീരുമാനം നടപ്പാക്കണമെങ്കിൽ ആരുമായിട്ട് ചർച്ച നടത്തേണ്ടത്? ഈ സിനഡിനെ അംഗീകരിക്കുകയും മാർപ്പാപ്പി അംഗീകരിക്കുകയും സഭ അംഗീകരിക്കുകയും ചെയ്യുന്നവരുമായിട്ടല്ലേ? അവരുമായി ചർച്ച ചെയ്താൽ എപ്പോൾ ഇത് നടപ്പായി എന്ന് ചോദിച്ചാൽ മതി, എപ്പോൾ നടപ്പായി എന്ന് ചോദിച്ചാൽ മതി. ഞാൻ ആവർത്തിക്കുക,
സിനഡിന്റെ തീരുമാനം നടപ്പാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്? ഒരു കൂട്ടരുമായി മാത്രമേ ചർച്ച വേണ്ടൂ. സിനഡിൽ അംഗീകരിക്കുന്നവര്, മെത്രാന്മാർ അംഗീകരിക്കുന്നവര്, മാർപ്പാപ്പി അംഗീകരിക്കുന്നവര്. ഈ മാർപ്പാപ്പി അംഗീകരിക്കാത്ത, സഭ അംഗീകരിക്കാത്ത, സഭാവിരുദ്ധരായ, പാപ്പവിരുദ്ധരായ ആളുകളുമായി, അക്രമത്തിന്റെ ആളുകളുമായി ചർച്ചയ്ക്ക് പോകുന്നത് എന്തിന്? അവർക്ക് അനുരഞ്ജനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടോളൂ, സംഭാഷണ വാതിൽ തുറന്നിട്ടോളൂ. പക്ഷേ ആ സംഭാഷണം അവർ തയ്യാറാണെങ്കിൽ, അനുരഞ്ജനത്തിന് തയ്യാറാണെങ്കിൽ, ഇത്രയും നാളായിട്ട് അനുരഞ്ജനത്തിന്റെയോ സംഭാഷണത്തിന്റെയോ ഒരു മാർഗം ഈ സഭാവിരുദ്ധരോ പാപ്പവിരുദ്ധരോ അവലംബിച്ചിട്ടില്ല. സമ്മർദ്ദ തന്ത്രങ്ങളും ഭീഷണികളും ബ്ലാക്ക് മെയിലിംഗുമാണ് ഇതുവരെ അവർ ചെയ്തിരിക്കുന്നത്. അവരുമായി ചർച്ചയ്ക്ക് പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? പശ്ചാത്തപിക്കാത്തവരുമായി രമ്യതപ്പെടാൻ പോകുന്നത് ശരിയാണോ? എന്നൊക്കെ അവരുമായി ചർച്ചയ്ക്ക് പോയിട്ടുണ്ടോ അന്നൊക്കെ അവർ സഭയെ ഒറ്റക്കൊടുത്തിട്ടുണ്ട്, മെത്രാന്മാരെ കെണിയിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാറക്കട്ടിൽ പിതാവിന്റെ കാലം മുതൽ തുടങ്ങിയതാ. ഇത്രയും അനുഭവം പോരെ പാഠം പഠിക്കാൻ? ഇത്രയും അനുഭവം പോരെ? 10-60 കൊല്ലത്തെ അനുഭവം പോരെ പാഠം പഠിക്കാൻ? 2 തലമുറകളായല്ലോ. ഇനിയും അവരെ ചേർത്ത് പിടിക്കാൻ സിനഡ് പിതാക്കന്മാർ ആരെങ്കിലും പോയാൽ അത് അനുരഞ്ജനത്തിന്റെയും സംഭാഷണത്തിന്റെ വാതിലുകളല്ല തുറന്നിടുക, ഒറ്റിക്കൊടുക്കാനുള്ള കവാടങ്ങളാണ്. സഭയെ ഹൈജാക്ക് ചെയ്യാനുള്ള കവാടങ്ങളാണ് നിങ്ങൾ തുറന്നിടുക. അത് പാടില്ല. അങ്ങനെ പശ്ചാത്താപത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലാത്തവരോട് ക്ഷമിക്കാൻ പോകുന്നത് അബദ്ധമായിരിക്കും. അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് സഭയെ വിഭജനത്തിലേക്കും അതിന്റെ മുറിവുകളിലേക്കും നയിക്കുക. അതിന് ഉത്തരവാദികൾ ദൈവജനമല്ല, സഭാ നേതൃത്വമാണ്. മിശിഹായ്ക്കും, ഞാൻ മാധ്യമ കമ്മീഷന്റെയും മൗലികടച്ചും വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്, മിശിഹായ്ക്കും അടുത്ത സുവിശേഷത്തിനും സുറിയാനി സഭയ്ക്കും എതിർസാക്ഷ്യം നൽകുന്ന യൂദാസുമാരായ എല്ലാ മെത്രാന്മാരെയും, സുറിയാനി സഭയെ സ്നേഹിക്കാത്തവരും അതിന്റെ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ കൂറില്ലാത്തവരുമായ എല്ലാ സുറിയാനിക്കാരെയും സത്യവിശ്വാസികളായ സുറിയാനിക്കാർ ജാഗ്രതയോടെ എതിരിടും. മിശിഹായ്ക്കും അവിടുത്തെ സുവിശേഷത്തിനും സുറിയാനി സഭയ്ക്കും എതിർസാക്ഷ്യം നൽകുന്ന യൂദാസുമാരായ എല്ലാ മെത്രാന്മാരെയും, സുറിയാനി സഭയെ സ്നേഹിക്കാത്തവരും അതിന്റെ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ കൂറില്ലാത്തവരുമായ എല്ലാ സുറിയാനിക്കാരെയും സുറിയാനി സത്യവിശ്വാസികൾ ജാഗ്രതയോടെ എതിരിടും. അതിന് ഇടവരുത്താതെ ചങ്കുറപ്പോടെ ഏകീകൃത കുർബാന നടപ്പാക്കുക, അടുത്ത സിനഡിന് മുമ്പേ നടപ്പാക്കുക. അങ്ങനെ സിനഡാണ് അന്തിമ ഉന്നതാധികാര സമിതി എന്ന് തെളിയിക്കുക. സിനഡിന്റെ തീരുമാനം അന്തിമമാണെന്ന് തെളിയിക്കുക. ഏകീകൃത കുർബാനയിൽ നിന്നുള്ള പിന്മാറ്റം അസാധ്യമാണെന്ന് തെളിയിക്കുക. അതിലൂടെ ദൈവജനത്തിന്റെ ആശങ്ക അകറ്റാനും അവരുടെ വിശ്വാസതയും കൂറും തിരിച്ചു പിടിക്കാനും കഴിയും. അപ്പോൾ സുറിയാനി സഭ സൂര്യ തേജസ്സോടെ വെട്ടിത്തിളങ്ങും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.